രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങളെപ്പോഴെങ്കിലും വെറുതെ കിടന്ന് ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എനിക്ക് സമാധാനമില്ലാത്തത് എന്ന്? തിരക്കുള്ള ഒരു ദിവസം കഴിഞ്ഞ് ഫോണിലെ വെളിച്ചമണച്ച് കണ്ണുകൾ അടയ്ക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നതിനു പകരം അന്ന് കേട്ട വാക്കുകളും മറ്റുള്ളവരുടെ നോട്ടങ്ങളും സോഷ്യൽ മീഡിയയിലെ തിളക്കമുള്ള ചിത്രങ്ങളുമൊക്കെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നതായി തോന്നിയിട്ടുണ്ടോ? നമ്മളിൽ പലരും ഈ ഒരവസ്ഥയിലൂടെ കടന്നുപോകുന്നവരാണ്. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നത് തന്നെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന ഭയത്തോടെയാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മുടെ ജോലി, എന്തിന് നമ്മുടെ ചിരി പോലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളതെന്താണ്? അത് പണമല്ല, പ്രശസ്തിയല്ല, മറിച്ച് നമ്മുടെ മനസ്സിലെ സമാധാനമാണ്. പക്ഷേ ആ സമാധാനം നമ്മൾ ആരുടെയൊക്കെയോ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്കും കമന്റുകൾക്കും അപ്പുറം സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ നമ്മൾ മറന്നുപോകുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത് നിർത്തി സ്വന്തം ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ കഴിയുക എന്ന്. പുരാതനമായ സ്റ്റോയിസിസം എന്ന തത്വശാസ്ത്രം മുന്നോട്ടുവയ്ക്കുന്ന ചില ലളിതമായ എന്നാൽ ശക്തമായ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇതൊരു വെറും ഉപദേശമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു യാത്രയാണ്. നമുക്കൊരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം. പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ പ്രഗത്ഭനായ ഒരു ശില്പി ജീവിച്ചിരുന്നു. അദ്ദേഹം കൊത്തിയെടുക്കുന്ന ശില്പങ്ങൾക്ക് ജീവനുണ്ടെന്ന് തോന്നും വിധം അത്രയും മനോഹരമായിരുന്നു അവ. ദൂരെ ദിക്കുകളിൽ നിന്നുപോലും ആളുകൾ അദ്ദേഹത്തിന്റെ പണിപ്പുരയിലേക്ക് വരുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ശില്പം കൊത്തിയെടുക്കാൻ തീരുമാനിച്ചു. മാസങ്ങളോളം അദ്ദേഹം അതിനായി കഠിനമായി പ്രയത്നിച്ചു. ഒടുവിൽ ആ ശില്പം പൂർത്തിയായി. ഗ്രാമത്തിലെ എല്ലാവരും അത് കാണാൻ ഓടിക്കൂടി. അതിലൊരാൾ പറഞ്ഞു, "ആഹാ, എത്ര മനോഹരമായ കണ്ണുകൾ!" മറ്റൊരാൾ പറഞ്ഞു, "പക്ഷേ മൂക്കിനൽപ്പം നീളം കൂടിയോ എന്നൊരു സംശയം." വേറൊരാൾ അഭിപ്രായപ്പെട്ടു, "കൈകളുടെ വിരലുകൾക്ക് ഇനിയും സ്വാഭാവികത വരാമായിരുന്നു." ഈ ശില്പി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം ആ ശില്പത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. മൂക്കൽപ്പം ചെത്തിലിനുക്കി, വിരലുകൾ മാറ്റി വരച്ചു, കണ്ണുകളുടെ ആകൃതി മാറ്റി. ഒടുവിൽ വൈകുന്നേരമായപ്പോഴേക്കും ആ മനോഹരമായ ശില്പം ആർക്കും വേണ്ടാത്ത ഒരു വികൃത രൂപമായി മാറി. എന്താണിവിടെ സംഭവിച്ചത്? ആ ശില്പി തന്റെ കഴിവിൽ വിശ്വസിക്കുന്നതിനു പകരം കാഴ്ചക്കാരുടെ വാക്കുകൾക്ക് കാതോർത്തു. ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. അത് കേട്ട് സ്വന്തം സൃഷ്ടിയെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് സ്വന്തം കയ്യൊപ്പാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ജനിക്കുമ്പോൾ ഒരു ശുദ്ധമായ ശില്പം പോലെയാണ്. എന്നാൽ വളർന്നുവരുമ്പോൾ സമൂഹം, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സോഷ്യൽ മീഡിയ എന്നിവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്ത ഒരു വലിയ തടവറയാണ്. അതിനുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ വലിയ നരകം വേറെയില്ല. ഈ തടവറയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ് എന്നത് നിയന്ത്രണത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. സ്റ്റോയിസിസം നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. ഈ ലോകത്ത് ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാണ്, എന്നാൽ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം, പക്ഷേ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഒന്നാലോചിച്ചു നോക്കൂ. ഇന്ന് രാവിലെ നിങ്ങൾ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്നു. പെട്ടെന്ന് വലിയൊരു മഴ പെയ്യുന്നു, അല്ലെങ്കിൽ ബസ് കിട്ടാതെ വരുന്നു. ഈ മഴ പെയ്യുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ? അല്ല. ബസ് വൈകുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ? അല്ല. പക്ഷേ ആ സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. മഴ പെയ്യുമ്പോൾ ദേഷ്യപ്പെട്ട് ദിവസത്തെ മുഴുവൻ ശപിച്ചുകൊണ്ട് നിൽക്കാണോ, അതോ ഒരു കുടയെടുത്ത് സമാധാനത്തോടെ യാത്ര തുടരണോ എന്നത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും. ഒരാൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നത് ഒരിക്കലും നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അത് അവരുടെ മനസ്സാണ്, അവരുടെ ചിന്തകളാണ്, അവരുടെ വളർത്തുഗുണമാണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. പക്ഷേ അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ തളർന്നു പോകണോ, അതോ അതൊരു തമാശയായി കണ്ട് മുന്നോട്ടു പോകണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്
നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് പുറകെ ഓടുമ്പോഴാണ്. സോഷ്യൽ മീഡിയ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇടുന്നു. അതിന് എത്ര ലൈക്ക് കിട്ടും എന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ ഓരോ 5 മിനിറ്റിലും ഫോണെടുത്ത് ലൈക്ക് നോക്കുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ആരെങ്കിലും മോശമായ ഒരു കമന്റ് ഇട്ടാൽ അത് ഡിലീറ്റ് ചെയ്യാനോ അവഗണിക്കാനോ ഉള്ള അധികാരം നിങ്ങൾക്കുണ്ട്. എന്നാൽ ആ കമന്റ് കണ്ട് വിഷമിച്ച് ആ ദിവസം മുഴുവൻ നശിപ്പിക്കുന്നത് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്ന വഴിയാണ്. എപ്പിക്ടെറ്റസ് എന്ന മഹാനായ തത്വചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ അസ്വസ്ഥരാക്കുന്നത് സംഭവങ്ങളല്ല, മറിച്ച് ആ സംഭവങ്ങളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളാണ് എന്ന്. ആരോ നിങ്ങളെ വിമർശിച്ചു എന്നതൊരു സംഭവമാണ്. ആ വിമർശനം എന്നെ തകർക്കാനുള്ളതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുന്നത്. മറിച്ച് ആ വിമർശനം അവരുടെ അറിവില്ലായ്മ കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ അസൂയ കൊണ്ടാവാം എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ മനസ്സിന്റെ ശാന്തത നിലനിൽക്കും. നമ്മൾ ഒരു വലിയ കപ്പലിലെ കപ്പിത്താനെ പോലെയാണ്. കടലിലെ തിരമാലകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. കാറ്റിന്റെ ഗതി മാറ്റാൻ നമുക്ക് കഴിയില്ല. പക്ഷേ കപ്പലിന്റെ പായ് എങ്ങോട്ട് തിരിക്കണമെന്നും ചുക്കാൻ എങ്ങനെ പിടിക്കണമെന്നും നമുക്ക് തീരുമാനിക്കാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്ന തിരമാലകൾ വന്നും പോയുമിരിക്കും. ചിലപ്പോൾ അത് വലിയ തിരമാലകളായി വന്ന് നമ്മുടെ കപ്പലിനെ ഉലച്ചേക്കാം. പക്ഷേ നമ്മൾ ശക്തമായി ചുക്കാൻ പിടിച്ചിരുന്നാൽ ഏത് കൊടുങ്കാട്ടിനെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന രണ്ടാമത്തെ കാര്യം താരതമ്യം ചെയ്യലാണ്. സോഷ്യൽ മീഡിയ എന്ന വലിയ മായാലോകം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നിരന്തരം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനാണ്. രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോൾ കാണുന്നത് സുഹൃത്ത് പുതിയ കാറ് വാങ്ങിയ ഫോട്ടോയാകാം, അല്ലെങ്കിൽ മറ്റൊരാൾ വിദേശത്ത് അവധിക്കാലം ആഘോഷിക്കുന്ന വീഡിയോ ആകാം. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു ചിന്ത വരുന്നു, എന്റെ ജീവിതം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇതൊന്നും കിട്ടാത്തത്? ഈ ചിന്തയാണ് നമ്മുടെ സമാധാനത്തിന്റെ ഏറ്റവും വലിയ ശത്രു. മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീൽ കണ്ട് നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് മോശമാണെന്ന് നമ്മൾ വിലയിരുത്തുന്നു. സോഷ്യൽ മീഡിയയിൽ ആരും അവരുടെ പരാജയങ്ങൾ ആഘോഷിക്കാറില്ല. ആരും അവരുടെ സങ്കടങ്ങൾ പോസ്റ്റ് ചെയ്യാറില്ല. എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ മാത്രമാണ് അവിടെ പങ്കുവയ്ക്കുന്നത്. അത് കണ്ട് നമ്മൾ വിചാരിക്കുന്നത് അവരുടെ ജീവിതം മുഴുവൻ സന്തോഷം നിറഞ്ഞതാണ് എന്നാണ്. എന്നാൽ സത്യം അതല്ല. ആ ചിരിക്കുന്ന ഫോട്ടോയ്ക്ക് പിന്നിൽ ആരും കാണാത്ത കണ്ണുനീരും കഷ്ടപ്പാടുകളും ഉറക്കമില്ലാത്ത രാത്രികളുമുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാകാം അവർ. പക്ഷേ സ്ക്രീനിലെ തിളക്കം കണ്ട് നമ്മൾ വഞ്ചിതരാകുന്നു. ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കൂ. അവിടെ റോസാപ്പൂവുണ്ട്, മുല്ലപ്പൂവുണ്ട്, ചെമ്പരത്തിയുണ്ട്. റോസാപ്പൂ ഒരിക്കലും മുല്ലപ്പൂവിനെ നോക്കി വിഷമിക്കാറില്ല, എനിക്കെന്താ മുല്ലപ്പൂവിന്റെ മണമില്ലാത്തത് എന്ന്. മുല്ലപ്പൂവ് ചെമ്പരത്തിയെ നോക്കി അസൂയപ്പെടാറില്ല, എനിക്കെന്താ അത്രയും ചുവന്ന നിറമില്ലാത്തത് എന്ന്. ഓരോ പൂവും അതിൻ്റേതായ രീതിയിൽ മനോഹരമാണ്. അവ ഓരോന്നും വിരിയുന്നത് വ്യത്യസ്ത സമയത്താണ്. ചിലത് രാവിലെ വിരിയുന്നു, ചിലത് വൈകുന്നേരം വിരിയുന്നു. പ്രകൃതിയിൽ താരതമ്യങ്ങളില്ല. മനുഷ്യൻ മാത്രമാണ് ഈ താരതമ്യം എന്ന വിഷം കുടിച്ച് സ്വയം നശിപ്പിക്കുന്നത്. നിങ്ങൾ മറ്റൊരാളുമായി നിങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുകളുണ്ട്, നിങ്ങളുടേതായ പരിമിതികളുണ്ട്, നിങ്ങളുടേതായ സമയമുണ്ട്. മറ്റൊരാളുടെ വിജയവുമായി നിങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത് സൂര്യനെയും ചന്ദ്രനെയും താരതമ്യം ചെയ്യുന്നതുപോലെയാണ്. സൂര്യൻ പകൽ പ്രകാശിക്കുന്നു, ചന്ദ്രൻ രാത്രി പ്രകാശിക്കുന്നു. രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങളും പ്രകാശിക്കും. അല്ലാതെ മറ്റൊരാളുടെ പാതയിലൂടെ ഓടാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വഴിതെറ്റിലേയുള്ളൂ. സ്വന്തം പാത തിരിച്ചറിയുക, അതിലൂടെ സമാധാനത്തോടെ നടക്കുക. ആ നടപ്പിൽ കിട്ടുന്ന സന്തോഷം മറ്റാരുമായി മത്സരിച്ച് കിട്ടുന്ന വിജയത്തേക്കാൾ വലുതാണ്. നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത് നിർത്താനുള്ള മൂന്നാമത്തെ വഴി മതി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കലാണ്. നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇനിയും വേണം എന്ന ചിന്തയാണ്. കൂടുതൽ പണം, കൂടുതൽ പ്രശസ്തി, കൂടുതൽ ലൈക്കുകൾ, കൂടുതൽ അംഗീകാരം. ഈ ഓട്ടത്തിനിടയിൽ നമുക്കുള്ളതിനെ ആസ്വദിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. മറ്റുള്ളവർക്ക് മുന്നിൽ വലിയവനായി കാണിക്കാൻ വേണ്ടി നമ്മൾ കടം വാങ്ങി വീട് വയ്ക്കുന്നു, കാറ് വാങ്ങുന്നു, ആഡംബര വിവാഹങ്ങൾ നടത്തുന്നു. അവസാനം ബാധ്യതകൾ കൂടി ഉറക്കം നഷ്ടപ്പെടുന്നു. ആർക്കു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മളെക്കുറിച്ച് 2 ദിവസം മാത്രം സംസാരിക്കുന്ന നാട്ടുകാർക്ക് വേണ്ടിയാണോ? അതോ നമ്മുടെ കഷ്ടപ്പാടുകളിൽ തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കൾക്ക് വേണ്ടിയാണോ? സ്റ്റോയിസിസം പറയുന്നത് സന്തുഷ്ടി എന്നത് പുറമേ നിന്ന് ലഭിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണെന്നാണ്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ജീവിക്കാൻ വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ മറ്റുള്ളവരെ കാണിക്കാൻ ജീവിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ കിട്ടിയാലും നമുക്ക് മതിയാവില്ല. നിങ്ങളൊരു പഴയ ചായക്കടയിലെ കാര്യം ആലോചിച്ചു നോക്കൂ. അവിടെ വരുന്ന ഒരു സാധാരണക്കാരൻ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് വർത്തമാനം പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാം.
അദ്ദേഹത്തിന് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാവില്ല, വലിയ വീടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള സമാധാനം പലപ്പോഴും വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവരുടെ മുഖത്ത് കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹം തന്റെ ജീവിതത്തിൽ സംതൃപ്തനാണ്. മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്ന് അദ്ദേഹം ഓർക്കുന്നില്ല. തനിക്ക് കിട്ടിയ ചായ ആസ്വദിച്ചു കുടിക്കുക എന്നത് മാത്രമാണ് ആ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈയൊരു മനോഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഇതിനർത്ഥം നമ്മൾ വളരേണ്ട എന്നല്ല, പണം സമ്പാദിക്കേണ്ട എന്നുമല്ല. മറിച്ച് നമ്മുടെ സന്തോഷം പുറമേയുള്ള വസ്തുക്കളിലോ മറ്റുള്ളവരുടെ അംഗീകാരത്തിലോ അധിഷ്ഠിതമാകരുത് എന്നാണ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ പോക്കറ്റിൽ ഇട്ടുകൊടുക്കരുത്. നിങ്ങൾ വാങ്ങുന്ന വസ്ത്രം നിങ്ങൾക്കിഷ്ടമായതുകൊണ്ട് വാങ്ങുക, അല്ലാതെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാകരുത്. നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് തൃപ്തി നൽകുന്നതാകണം, അല്ലാതെ സമൂഹത്തിൽ പദവി കിട്ടാൻ വേണ്ടിയാകരുത്. നിങ്ങൾ നിങ്ങളായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ലാതാകും. അപ്പോൾ ലഭിക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്, അത് അനുഭവിച്ചു തന്നെ അറിയണം. ആകാശം പോലെ വിശാലമായൊരു മനസ്സ് നിങ്ങൾക്ക് സ്വന്തമാകും. അവിടെ മേഘങ്ങൾ വരും പോകും, പക്ഷേ ആകാശം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും, ശാന്തമായി, നീലിമയോടെ. ഈ യാത്രയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം നമ്മുടെ തന്നെ ഈഗോയാണ്. പലപ്പോഴും മറ്റുള്ളവരെന്തു പറയും എന്ന് നമ്മൾ ഭയക്കുന്നത് നമ്മുടെ ഈഗോയ്ക്ക് മുറിവേൽക്കുമോ എന്ന പേടികൊണ്ടാണ്. എന്നെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞല്ലോ, എന്നെ അവർ ബഹുമാനിച്ചില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ വിഷമിക്കുന്നു. എന്നാൽ സത്യത്തിൽ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അത്ര സമയമൊന്നുമില്ല. എല്ലാവരും അവരവരുടെ പ്രശ്നങ്ങളിലും തിരക്കുകളിലുമാണ്. സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് എന്നൊരു കാര്യമുണ്ട് മനഃശാസ്ത്രത്തിൽ. നമ്മൾ വിചാരിക്കുന്നത് ഒരു നാടകത്തിലെ പ്രധാന നടനെപ്പോലെ എല്ലാവരുടെയും ശ്രദ്ധ നമ്മുടെ മേലാണെന്നാണ്. നമ്മൾ ചെറിയൊരു അബദ്ധം കാണിച്ചാൽ പോലും ലോകം മുഴുവൻ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ കരുതും. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. നിങ്ങൾ വഴിയിൽ വീണുപോയാൽ കണ്ടു നിൽക്കുന്നവർ ഒരു നിമിഷം നോക്കിയേക്കാം, ചിലപ്പോൾ ചിരിച്ചേക്കാം. പക്ഷെ അടുത്ത നിമിഷം അവരവരുടെ കാര്യം നോക്കിപ്പോകും. വൈകുന്നേരമാകുമ്പോഴേക്കും അവരാ സംഭവം തന്നെ മറന്നിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ വർഷങ്ങളോളം ആ സംഭവം ഓർത്ത് നാണിച്ചു നടക്കും. ഈ ലോകം നിങ്ങളെ ചുറ്റിയല്ല കറങ്ങുന്നത് എന്ന സത്യം തിരിച്ചറിയുന്നത് വലിയൊരാശ്വാസമാണ്. അത് നിങ്ങളുടെ ചുമലിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കിവയ്ക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് സ്വയം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറിയ, നിസ്സാരമായ ഒരു ബിന്ദു മാത്രമാണ്. നമ്മൾ വരുന്നതിനു മുൻപും ഈ ലോകമുണ്ടായിരുന്നു. നമ്മൾ പോയി കഴിഞ്ഞാലും ഈ ലോകം ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ പിന്നെ ഈ ചെറിയ ജീവിതത്തിൽ ആരുടെയൊക്കെയോ അഭിപ്രായങ്ങൾ കേട്ട് എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? സമാധാനം തേടിയുള്ള ഈ യാത്ര ഇനിയും അവസാനിച്ചിട്ടില്ല. നമ്മുടെ മനസ്സിനെ കൂടുതൽ ബലപ്പെടുത്താനും മറ്റുള്ളവരുടെ വാക്കുകൾ എന്ന അമ്പുകളെ തടുക്കാനുള്ള കവചം തീർക്കാനും ഇനിയും വഴികളുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുന്നിൽ പതറാതെ നിൽക്കാൻ നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വഴിയിലേക്ക് നമുക്ക് കടക്കാം. അത് സ്വന്തം ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമാണ്. ഇതിനെ നമുക്ക് അന്തർമുഖമായ സ്കോർ ബോർഡ് എന്ന് വിളിക്കാം. വാറൻ ബഫറ്റ് എന്ന ലോകപ്രശസ്തനായ നിക്ഷേപകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ 2 തരം സ്കോർ ബോർഡുകളുണ്ട്. ഒന്ന് പുറമെയുള്ള സ്കോർ ബോർഡ്, അതായത് ലോകം നിങ്ങളെ നോക്കി മാർക്കിടുന്നത്. അവൻ വലിയ പണക്കാരനാണ്, അവൾക്ക് നല്ല സൗന്ദര്യമാണ്, അവർക്ക് സമൂഹത്തിൽ നല്ല നിലയുണ്ട്. ഇതൊക്കെയാണ് പുറമെയുള്ള സ്കോർ ബോർഡ്. എന്നാൽ രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ഉള്ളിലെ സ്കോർ ബോർഡ്. ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണോ? ഞാൻ എൻ്റെ മാതാപിതാക്കളെ നന്നായി നോക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ? ഞാൻ ഇന്നലത്തേക്കാൾ നല്ലൊരു മനുഷ്യനാണോ ഇന്ന്? ഈ ചോദ്യങ്ങൾക്ക് അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ പുറത്തുള്ളവരെന്തു പറഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു കായികതാരം സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ ഗാലറിയിലിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കൂവി വിളിച്ചേക്കാം, അല്ലെങ്കിൽ കൈയടിച്ചേക്കാം. പക്ഷേ ആ കളിക്കാരന്റെ ശ്രദ്ധ മുഴുവൻ പന്തിലും കളിയിലുമാണ്. ഗാലറിയിലെ ബഹളം കേട്ട് അയാൾ കളി നിർത്തിയാൽ അയാൾ പരാജയപ്പെടും. കയ്യടി കേട്ട് അഹങ്കരിച്ചാലും അയാൾ പരാജയപ്പെടും. വിജയിക്കുന്ന കളിക്കാരൻ ഗാലറിയെ മറന്ന് കളിയെ പ്രണയിക്കുന്നു. നിങ്ങളുടെ ജീവിതം ആ കളിക്കളമാണ്. നാട്ടുകാരാണ് ഗാലറിയിലെ കാണികൾ. അവർ ചിലപ്പോൾ കൂവും, ചിലപ്പോൾ കയ്യടിക്കും. അതൊന്നും കാര്യമാക്കാതെ നിങ്ങളുടെ കളി ഏറ്റവും മനോഹരമായി കളിക്കുക എന്നതാണ് നിങ്ങളുടെ ധർമ്മം. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ശക്തമായൊരു കോട്ട പണിയുക. പുറത്തുനിന്നുള്ള ബഹളങ്ങൾക്കൊന്നും തുളച്ചുകയറാൻ കഴിയാത്ത ഒരു സമാധാനത്തിന്റെ കോട്ട. അവിടെ നിങ്ങൾ തന്നെയാണ് രാജാവ്.
അവിടെ നിങ്ങളുടെ നിയമങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്നാലും നമ്മളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവരെ എങ്ങനെ നേരിടും എന്ന്. ഇതിന് സ്റ്റോയിസിസം നൽകുന്ന ഉത്തരം വളരെ മനോഹരമാണ്. ക്ഷമയും അനുകമ്പയും. നിങ്ങളെ വിമർശിക്കുന്നവരോട് ദേഷ്യമല്ല, മറിച്ച് അനുകമ്പയാണ് തോന്നേണ്ടത്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരാൾ മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറയുന്നത് എപ്പോഴാണ്? അവർക്ക് സ്വന്തം ജീവിതത്തിൽ സന്തോഷമില്ലാത്തപ്പോഴാണ്. സ്വന്തം കുറവുകൾ മറച്ചുവയ്ക്കാൻ വേണ്ടിയാണ് അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്. സന്തുഷ്ടനായ, സമാധാനമുള്ള ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ ഉള്ളിൽ വല്ലാതെ വേദനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ അരക്ഷിതാവസ്ഥയുണ്ട്. പനി ബാധിച്ച ഒരാൾ ജ്വലിച്ചു പിച്ചും പേയും പറയുന്നത് കേട്ട് നമ്മൾ ദേഷ്യപ്പെടാറില്ലല്ലോ. പകരം അയ്യോ അയാൾക്ക് വയ്യല്ലോ എന്നല്ലേ ചിന്തിക്കൂ. ഇതുപോലെ വിമർശിക്കുന്നവരെ മാനസികമായി പനി ബാധിച്ചവരായി കാണുക. അവരുടെ രോഗത്തിന് നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈയൊരു തിരിച്ചറിവുണ്ടായാൽ പിന്നെ ആരുടെയും വാക്കുകൾ നിങ്ങളെ മുറിവേൽപ്പിക്കില്ല. നിങ്ങൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിക്കും, എന്നിട്ട് നിങ്ങളുടെ വഴിക്ക് പോകും. ആ പുഞ്ചിരിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതികാരം. ആ മൗനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മറുപടി. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ പാഠം പഠിക്കാൻ. ഒരു നദിയെ നോക്കൂ, അത് സമുദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ വലിയ പാറക്കല്ലുകളുണ്ടാകാം, മരങ്ങൾ വീണുകിടക്കാം, മാലിന്യങ്ങളുണ്ടാകാം. പക്ഷെ നദി ഒരിടത്തും നിന്ന് പരാതി പറയുന്നില്ല. അത് തടസ്സങ്ങളെ വകഞ്ഞുമാറ്റി, അല്ലെങ്കിൽ അതിനു മുകളിലൂടെ ഒഴുകി അതിന്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങുന്നു. നദിയിൽ ആളുകൾ കുളിക്കുന്നു, അലക്കുന്നു, ചിലപ്പോൾ അഴുക്കുവെള്ളം ഒഴുക്കുന്നു. നദിക്കതൊന്നും ബാധകമല്ല. അതിന്റെ ധർമ്മം ഒഴുകുക എന്നതാണ്. നിങ്ങളുടെ ധർമ്മം ജീവിക്കുക എന്നതാണ്. നദി ഒഴുകി സമുദ്രത്തിൽ ചേരുന്നതുപോലെ നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. വഴിയിൽ കാണുന്ന കല്ലുകളും മുള്ളുകളും നോക്കി സമയം കളയാനുള്ളതല്ല ഈ ജീവിതം. ജീവിതം ക്ഷണികമാണ് എന്ന സത്യം കൂടി നമ്മൾ ഓർക്കണം. സ്റ്റോയിസിസത്തിൽ മെമന്റോ മോറി എന്നൊരാശയമുണ്ട്. മരണത്തെ ഓർക്കുക എന്നാണ് അതിനർത്ഥം. ഇത് കേൾക്കുമ്പോൾ ഭയം തോന്നേണ്ടതില്ല. മറിച്ച് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളാരും ഇവിടെ സ്ഥിരമായി നിൽക്കാൻ വന്നവരല്ല. ഇന്ന് നമ്മളെക്കുറിച്ച് ഇത്രയധികം അഭിപ്രായം പറയുന്നവരും അത് കേട്ട് വിഷമിക്കുന്ന നമ്മളും 100 വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിലുണ്ടാകില്ല. നമ്മുടെ പേരുകൾ പോലും ചിലപ്പോൾ ആരും ഓർക്കില്ല. ശവപ്പറമ്പുകളിൽ പോയി നോക്കിയാൽ കാണാം, ഒരു കാലത്ത് വലിയ പ്രതാപത്തോടെ ജീവിച്ചിരുന്നവർ, എന്നെക്കുറിച്ച് ആളുകൾ എന്ത് കരുതും എന്ന് ഭയന്ന് ജീവിച്ചിരുന്നവർ ഇപ്പോൾ മണ്ണോട് മണ്ണായി കിടക്കുന്നു. അവരുടെ ആകുലതകൾക്ക് ഇപ്പോൾ എന്ത് പ്രസക്തിയാണുള്ളത്? ഒന്നുമില്ല. ഈയൊരു ചിന്ത മതി നമ്മുടെ ഈഗോയെയും അനാവശ്യമായ ആശങ്കകളെയും ഇല്ലാതാക്കാൻ. ജീവിതം വളരെ ചെറുതാണ്. അത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനായി പാഴാക്കി കളയരുത്. നിങ്ങൾക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട പാട്ട് ഉറക്കെ പാടുക, മനസ്സ് തുറന്ന് ചിരിക്കുക. കാരണം ഈ നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമായുള്ളൂ. നാളെ എന്നത് ഒരു വാഗ്ദാനം മാത്രമാണ്. സമാധാനമെന്നത് ഒരു സ്ഥലമല്ല, അതൊരു മാനസികാവസ്ഥയാണ്. അത് ഹിമാലയത്തിൽ പോയാൽ കിട്ടുന്നതല്ല, കാട്ടിൽ തപസ്സിരുന്നാൽ കിട്ടുന്നതല്ല. അത് തിരക്കുള്ള നഗരത്തിലും ബഹളങ്ങൾക്കിടയിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ മനസ്സിന്റെ വാതിൽ മറ്റുള്ളവർക്കായി കൊട്ടിയടച്ചാൽ. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വാതിൽ എപ്പോഴും തുറന്നിടാറില്ലല്ലോ. ആർക്കും എപ്പോൾ വേണമെങ്കിലും കേറിവരാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. പിന്നെ എന്തിനാണ് മനസ്സിന്റെ വാതിൽ മാത്രം എല്ലാവർക്കുമായി തുറന്നിടുന്നത്? ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് അവരുടെ അഭിപ്രായങ്ങളുടെ ചെളി വാരിയെറിയാൻ നിങ്ങൾ എന്തിന് അനുവാദം കൊടുക്കുന്നു? ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഒരു കാവൽക്കാരനെ നിയമിക്കുക. നെഗറ്റീവായ ചിന്തകളെയും മറ്റുള്ളവരുടെ അനാവശ്യ വിമർശനങ്ങളെയും ഗേറ്റിൽ തന്നെ തടയുക. പകരം സ്നേഹവും പോസിറ്റീവായ കാര്യങ്ങളും മാത്രം അകത്തേക്ക് കടത്തിവിടുക. ഇതൊരൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന മാജിക്കല്ല, ഇതൊരു ശീലമാണ്. ജിമ്മിൽ പോയി മസിലുണ്ടാക്കുന്നതുപോലെ ദിവസവും പരിശീലിച്ചു വളർത്തേണ്ട ഒന്നാണ് മനസ്സിന്റെ ശക്തി. ആദ്യമൊക്കെ ചിലപ്പോൾ പഴയതുപോലെ വിഷമം വന്നേക്കാം. അത് സാരമില്ല, വീണ്ടും ശ്രമിക്കുക. ഓരോ തവണ നിങ്ങൾ മറ്റൊരാളുടെ അഭിപ്രായത്തെ അവഗണിക്കുമ്പോഴും നിങ്ങൾ സമാധാനത്തിലേക്കുള്ള ഓരോ പടി കയറുകയാണ്. ഓർക്കുക, നിങ്ങൾ ജനിച്ചത് ലോകത്തെ മുഴുവൻ ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങളായി ജീവിച്ചു മരിക്കാനാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ എഴുതാനുള്ള പേന മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. അത് നിങ്ങൾ തന്നെ എഴുതുക. അതിൽ തെറ്റുകൾ വന്നേക്കാം, തിരുത്തലുകൾ വന്നേക്കാം. പക്ഷെ അത് നിങ്ങളുടെ കൈപ്പടയായിരിക്കും, നിങ്ങളുടെ കഥയായിരിക്കും. അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടാകും. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഫോൺ താഴെ വയ്ക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. ഇന്നു മുതൽ
ഞാൻ എൻ്റെ സമാധാനത്തിന് മുൻഗണന നൽകും. ലോകം എന്തു തന്നെ പറഞ്ഞാലും ഞാൻ എൻ്റെ മനസ്സിൻ്റെ രാജാവായി ജീവിക്കും. ആ ഒരു തീരുമാനത്തിന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും. കണ്ണുകൾ അടച്ച് ദീർഘമായൊന്ന് ശ്വസിക്കൂ. ഉള്ളിലെ ഭാരങ്ങളെല്ലാം ആ ശ്വാസത്തിലൂടെ പുറത്തേക്ക് കളയൂ. നിങ്ങൾക്കിപ്പോൾ വല്ലാത്ത ഒരു ലാഘവം തോന്നുന്നില്ലേ? അതാണ് സ്വാതന്ത്ര്യം, അതാണ് സമാധാനം. അതെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് മാത്രം. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. കാരണം സമാധാനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കും ഇതൊരാശ്വാസമാകട്ടെ. സമാധാനമുള്ള മനസ്സോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്കോരോരുത്തർക്കും സാധിക്കട്ടെയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള മനസ്സിന് കരുത്തുപകരുന്ന ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്വന്തം മനസ്സിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. നന്ദി.